എൻ്റെ സന്ദർഭം പറഞ്ഞാൽ എൻ്റെ അനിയൻ്റെ വീട് പണിയായിരുന്നു. അപ്പോൾ മാക്സിമം ബോർവെല്ലാണ് അടിക്കാൻ 410 അടി അടിക്കാൻ പറ്റും. 405 അടി കഴിഞ്ഞപ്പോഴും ഒരു തുള്ളി വെള്ളമോ ബാക്കിയായിട്ട് ഒന്നും കണ്ടില്ല. നേരെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകും. ഈ വെള്ളം കിട്ടിയില്ല പറഞ്ഞാൽ പിന്നെ ഇവിടെ പുന്നക്കോടം ബന്ധത്തേക്ക് വരുന്നില്ല പറഞ്ഞിട്ട്. പക്ഷെ തീർച്ചയായും ഇവിടുന്ന് പോയി ഒരടി അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും യഥേഷ്ടം വെള്ളം പറഞ്ഞ് വിശ്വസിക്കില്ല, സത്യം പറയാം. നമസ്കാരം, സുധീഷ് ചെമ്പകശ്ശേരിയാണ്. അപ്പൊ ഞാൻ എന്നുള്ളത് പുന്നക്കോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് കേട്ടോ. മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്, ഒരു ഗ്രാമപ്രദേശത്തുള്ള ക്ഷേത്രമാണ്. ഇത് കാട്ടുകുളത്താണ്, അതായത് പാലക്കാട് ജില്ലയില് പാലക്കാട് ചെർപ്പളശ്ശേരി റൂട്ടില് മംഗലാംകുന്നത്ത് നിന്ന് ഒരു 4 കിലോമീറ്ററോളം ദൂരമാണ് ഇവിടേക്കുള്ളത്. 3 കിലോമീറ്ററോളം ദൂരമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത്. ശരിക്കും ഗ്രാമ പശ്ചാത്തലത്തിലുള്ള അതിമനോഹരമായിട്ടുള്ള ഒരുപാട് ചരിത്രവും ഐതിഹ്യമൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണിത്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ഐതിഹ്യവും കാര്യങ്ങളും ഇതിന്റെ പരിപാടികളെ കുറിച്ചും ഒക്കെ സംസാരിക്കാൻ ഇതിന്റെ കമ്മിറ്റിക്കാരും ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അവരോട് ഇതിനെ കുറിച്ചൊക്കെ ചോദിച്ചറിയാം. അപ്പോൾ ഞാൻ 266ഓളം ക്ഷേത്രങ്ങൾ നിങ്ങളെ കാണിച്ചു തന്നു. അപ്പൊ അതെല്ലാം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ക്ഷേത്രം അതുമാതിരി സപ്പോർട്ട് ചെയ്യുക. കാരണം ഇത്തരത്തിലുള്ള ഈ ഗ്രാമാന്തരീക്ഷങ്ങളിലുള്ള ഇത്രയും മനോഹരമായിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ നിലനിൽക്കേണ്ടത് നമ്മുടെ എല്ലാ ഹൈന്ദവരുടെയും ആവശ്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണുക. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവരോട് അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഓക്കെ, എൻ്റെ പേര് സോമശേഖരൻ. ഈ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സെക്രട്ടറിയാണ്. ഈ ക്ഷേത്രത്തിന് ഏകദേശം 500 വർഷത്തിലേറെ പഴക്കമുണ്ട്. അതായത് ഇത് മുമ്പേ കാഞ്ഞൂർ മനക്കക്കാരുടെ കീഴിലെ ക്ഷേത്രമായിരുന്നു. പിന്നെ ഊരാളുങ്ങൾ അല്ലേ, ഊരാളന്മാര് ബാക്കി അങ്ങനെയുള്ള ഇതായി. പിന്നെ കുറച്ച് വർഷങ്ങൾ ഇത് പൂജയില്ലാതെ മുടങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പൊ ഇതിനു മുമ്പ് അഷ്ടമി, വാരം എന്നിവ എല്ലാ മാസവും, അഷ്ടമി കൊല്ലത്തുള്ള ഒരു വർഷം എല്ലാ മാസവും വാരങ്ങളും കാര്യങ്ങളും നടന്നതാണ്. അതിനുശേഷം പൂജ മുടങ്ങി, കാര്യങ്ങൾ മുടങ്ങി, ഭയങ്കര ശോചനീയ അവസ്ഥയിലായിരുന്നു. തീർച്ചയായും ഈ ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിക്കുകയും ഇതിനു മുമ്പുള്ള ആളുകൾ വളരെ പ്രയത്നിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ അതായത് പുരോഗതിക്ക് ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് ഈ നാട്ടിലത്തെ ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനു പുറമെ നമുക്ക് ഈ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും വലിയ ഒരു സഹായ സഹകരണം ഉണ്ട്. അത് തന്നെയാണ് ഈ ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഊർജമായിട്ടും കാണുന്നത്. ഇപ്പോ എല്ലാ മാസവും 30 വ്യാഴാഴ്ച നാരായണീയ പാരായണം, സമ്പൂർണ്ണ നാരായണീയ പാരായണം, പ്രസാദൂട്ട് തുടങ്ങിയ വൈകുന്നേരം നിർമ്മാല കാര്യങ്ങൾ എല്ലാ മാസവും 30 വ്യാഴാഴ്ച നടത്താറുണ്ട്. ഈ ക്ഷേത്രത്തിൽ പ്രധാനമായിട്ടും പ്രതിഷ്ഠാ ദിനം, അഷ്ടമി രോഹിണി, ഗുരുവായൂർ ഏകാദശി, നാരായണീയം എന്നീ ദിവസങ്ങൾ ആഘോഷങ്ങളായി നമ്മൾ ആചരിച്ചു വരുന്നു. ഇന്ന് ഈ ക്ഷേത്രത്തിന്റെ പൂജ തുടങ്ങി പുനരുദ്ധരണം കഴിഞ്ഞ് 34ാമത്തെ പ്രതിഷ്ഠ ദിനമാണ്. എല്ലാവരും ഭക്തജനങ്ങളുടെ എല്ലാ അകമഴിഞ്ഞ സഹായ സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഇതുപോലുള്ള ക്ഷേത്രത്തിനോടനുബന്ധിച്ച് നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും വിലയേറിയ സഹായ സഹകരണം ഉണ്ടായിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇദ്ദേഹം ഞങ്ങളുടെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റാണ്, ഉണ്ണിനാരായണൻ. അദ്ദേഹത്തിന്റെ പിറന്നാളും കൂടിയാണ് ഇന്ന്. അപ്പോൾ എത്ര വയസ്സെന്ന് നമുക്ക് പറയുന്നില്ല, ഞങ്ങൾ പിന്നീട് ഇന്ന് പറയാൻ പാടില്ല പ്രസാദമായിട്ട്. അപ്പോൾ ഭഗവാന്റെ പിറന്നാളും ഉണ്ണിനാരായണൻ ഞങ്ങളുടെ പ്രസിഡന്റിന്റെ പിറന്നാളും ഒരേ ദിവസമാണ് വരുന്നത്. ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ സെക്രട്ടറി സോമശേഖരൻ വ്യക്തമായി വിവരിച്ചു കഴിഞ്ഞു. ഞാനിരിക്കുന്ന ആദ്യം കടക്കുന്നില്ല. ഇവിടെ നമ്മളിതിൽ എല്ലാ മാസവും പറഞ്ഞിട്ട് 30 വ്യാഴത്തിന് അഭിഷേകങ്ങള് കാര്യങ്ങൾ, പിന്നീട് പാൽപ്പായസം പൂജ. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 30 വ്യാഴത്തിലുള്ള പാലഭിഷേകം വളരെ പ്രത്യേകമാണ്. അതുപോലെ തന്നെ അന്നത്തെ പാൽപ്പായസവും. എന്ത് നമ്മൾ ആഗ്രഹിച്ചു വന്നിട്ട് ഇവ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ പുന്നക്കോടപ്പന്റെ പരിപൂർണ അനുഗ്രഹം കിട്ടുന്നതിന് യാതൊരു സംശയവുമില്ല.
അത്രമാത്രം അനുഭവങ്ങളിലൂടെയാണ് ആ കാര്യങ്ങൾ പറയണത് എന്നുള്ളതാണ്. കാരണം ഇവിടെ ഭഗവാന്റെ തന്നെ നമ്മുടെ ഇവിടെ എല്ലാം ഭഗവാന്റെ നമ്മുടെ സ്വന്തം സ്വത്ത് പോലെയാണ്. നമ്മൾ ഇവിടുന്ന് ഒന്നും നമ്മൾ ഭഗവാൻ അറിയാതെ എടുത്തു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കുന്ന ഒരുപാട് പരിപാടികൾ ഇവിടെ നടന്നിട്ടുണ്ട്. അങ്ങനത്തെ അനുഭവങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. പക്ഷെ അതേത് നമ്മളൊരു ₹1 1.25 ഭണ്ണാരത്തിൽ ഇട്ടിട്ട് ഭഗവാനോട് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ താമരയുടെ കൊണ്ടുപോകണം, അല്ല താമര കിഴങ്ങ കാര്യങ്ങൾ കൊണ്ടുപോകണം നമ്മുടെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ ഇവിടെ വല്ല പച്ചക്കറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് പോകണം എന്ന് പറഞ്ഞു കൊണ്ടുപോയാൽ യാതൊരു കുഴപ്പമില്ല. ഭഗവാൻ കൂടെ നമുക്ക് അനുഗ്രഹിക്കും. അപ്പൊ ഈ 30 വ്യാഴാഴ്ച ദിവസങ്ങളിൽ അതുപോലെ തന്നെ രാവിലെ തൊട്ട് ഞങ്ങൾ 6 മണിക്ക് ക്ഷേത്ര ഇത് നടത്തും. ദീപ പ്രദക്ഷിണം നടത്തി സഹസ്രനാമത്തോടു കൂടി നാരായണീയ പാരായണം, സമ്പൂർണ്ണ നാരായണീയ പാരായണം ഉണ്ടാവും. അത് കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്ക് നാരായണീയ പാരായണം കഴിഞ്ഞ ശേഷം ഒരു അരമണിക്കൂർ ഭഗവത്ഗീത പ്രഭാഷണം ഉണ്ടാവുന്നതാണ് എല്ലാ മാസവും. അതിനുശേഷമാണ് പ്രസാദൂട്ട്. പിന്നെ ഇത് ഈവനിങ്ങിൽ ഒരു 5 മണിക്ക് ശേഷം എഗൈൻ ഒരു ഭജന, ദീപാരാധന, ചുറ്റുവിളക്കെല്ലാം കഴിച്ചിട്ട് അങ്ങനെ ആ വ്യാഴാഴ്ച കംപ്ലീറ്റ് ആവും. അങ്ങനത്തെയൊക്കെയാണ് ഇവിടുത്തെ സാധാരണയായിട്ടുള്ള നിത്യനിദാനമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ശോചനീയാവസ്ഥയിൽ ഞങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പരിപൂർണതയിൽ എല്ലാ ഇന്ന് കാണുന്ന ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും ഈ നല്ലവരായ നമ്മുടെ നാട്ടുകാരുടെ എല്ലാ സഹായ സഹകരണം കൊണ്ടും മാത്രമാണ്. കാരണം ഈ ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ ഇത്രയും എന്താ പറയുക സാന്ദ്രമായിട്ടുള്ള ഒരു ഭഗവാന്റെ സ്വരൂപം ഇല്ല എന്നുള്ളതാണ്. ചതുർബാഹു സ്വരൂപമായിട്ടുള്ള ഭഗവാന്റെ മഹാവിഷ്ണു സ്വരൂപമാണ് ഇവിടെ നമ്മുടെ ശ്രീകോവിലുള്ളത്. അദ്ദേഹത്തിന്റെ അവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ലെന്നാണ് ഞങ്ങൾക്ക് അറിയുന്നത്. അതായത് ഓരോരോ കാര്യങ്ങൾക്ക് ഞങ്ങൾ മുൻപിട്ട് ഇറങ്ങണ സമയത്തും നമുക്കൊരു ഭയം ഉണ്ടാവും. പക്ഷെ അതൊന്നും യാതൊരു ഇതും ഇല്ലാത്ത നടത്തി തരും. ഈവൻ ഇതാവട്ടെ പാതകം ഉണ്ടാവണതാവട്ടെ ഇതൊന്നും മുമ്പ് ഉണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ ഭംഗിയായിട്ടുള്ള പാതകങ്ങള് കാര്യങ്ങള്, മുറ്റത്തുള്ള ടൈൽസ്, പ്രദർശന വരി, സ്റ്റേജ്, കൗണ്ടർ, അന്നദാന മണ്ഡപം, ഇതെല്ലാം അതാണ് ആദ്യം ഉണ്ടായത്. അങ്ങനെ ഓരോന്നോരോന്ന് ക്രമേണ വന്നു. അതുപോലെ തന്നെ കിഴക്കോട്ട് അഭിമുഖമായിട്ടുള്ള മഹാവിഷ്ണു ക്ഷേത്രമാണ് നമ്മുടെ ഇത്. അതിനോടൊപ്പം തന്നെ വലിയൊരു പഴക്കം ചെന്ന ആൽമരണ്ട്, അരയാലിന്റെ ആല്, അതിനോട് ഒപ്പം വളരെ വിസ്താരമായിട്ടുള്ള ഒരു കുളമുണ്ട്. ഇതെല്ലാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിൽ ഇവിടെ എവിടെയും വേറൊരു മഹാവിഷ്ണു ക്ഷേത്രം ഇത്രയും മനോഹരമായിട്ട് പ്രകൃതിദത്തമായിട്ട് തന്നിട്ടുള്ളതില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓരോരോ പ്രാവശ്യവും ഓരോരോ കാര്യങ്ങൾ ചെയ്യാനും വേണ്ട പിന്തുണ ഭഗവാന്റെ എല്ലാ സപ്പോർട്ടും കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇവിടുത്തെ നാട്ടുകാരുടേതായാലും എല്ലാറ്റിനും അവർ മുൻപന്തിയിൽ നിന്ന് വേണ്ട സഹായങ്ങൾ തരാറുണ്ട്. അതിനോട് പ്രത്യേകം ഞങ്ങൾ എല്ലാവരും നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം. അതേപോലെ തന്നെ ഈ ചതുർബാഹുരായിട്ടുള്ള ശ്രീകോവിലിന്റെ ഒപ്പം തന്നെ കന്നിമൂലയിൽ മഹാഗണപതിയുടെ ഇതുണ്ട്. അതുപോലെ തന്നെ ദേവിയുടെ സാന്നിധ്യമുണ്ട്. ഇത് 3 ഉപദേവതകൾ. 2 ഉപദേവതകളും ഭഗവാനായിട്ടുള്ള സാന്നിധ്യമാണ് ഈ ക്ഷേത്രത്തിനോട് പ്രത്യേകത കാണിക്കുന്നത്. എന്താ മഹാഗണപതി ഹോമം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസങ്ങളിൽ പ്രധാന ദിവസങ്ങളിലൊക്കെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കും ഇവിടെ, വലിയ ഹോമം കൊണ്ട് ഉണ്ടാക്കിയിട്ടൊക്കെ. അതുപോലെ തന്നെ എല്ലാ വർഷവും സപ്താഹം നടക്കാറുണ്ട്. അതിനോടനുബന്ധിച്ച് പ്രത്യേക വഴിപാടുകൾ ഗണപതിക്കും ദേവിക്കും, ഭഗവത് സേവ ദേവിക്ക്, ഗണപതിക്ക് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, സപ്താഹ വരികളിലുള്ള എല്ലാ വിശേഷമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കും. എല്ലാ വർഷവും ഉണ്ട്. ഇത് വരാൻ പോകുന്നതിന് 19ാമത്തെ സപ്താഹമാണ് വരാൻ പോകുന്നത്. അത് നവംബർ 9 to 16 സപ്താഹ എന്ന വേദിയാണ് ഈ മാറും അമ്പലം. വേണം അടുത്തോരമ്പലം വേണം, ആലിനോടേർന്നോരോ കുളവും വേണം. ആലായാൽക്കാര വേണം അടുത്തോരമ്പലം വേണം, ആലിനോ ചേർന്നോരോ കുളവും വേണം. ഈ പാട്ടില് പറഞ്ഞേന്തി അത്രയും സവിശേഷമായ ഒരു അമ്പലമാണിത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും നടക്കും. അത് ഞങ്ങൾ ഈ നാട്ടുകാർക്കൊക്കെ നല്ല അനുഭവമാണത്. പിന്നെ ഇവിടുത്തെ മാതൃസമിതി അത് വളരെ സ്ട്രോങ് ആണ്. ഇവിടുത്തെ എല്ലാ വിശേഷങ്ങൾക്കും ഭജന, സമ്പൂർണ്ണ നാരായണീയം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാതൃസമിതി ഒത്തൊരുമയോടെ ഒരേ യൂണിഫോം ഇട്ട് വളരെ നന്നായി കൊണ്ടുപോകുന്നുണ്ട്. അതാണ് കാട് പിടിച്ച് കിടന്ന് നരിഞ്ഞൊക്കെ ആയിട്ട് ഇങ്ങനെ കിടന്നിരുന്നു. അപ്പൊ അത് നേരെയാക്കാൻ ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് നേരെയാക്കണം എന്നുള്ളത് വന്നു. ബുൾഡോസറൊക്കെ വന്നിട്ട് ഇത് നേരെയാക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞു, നല്ല മഴയായിരുന്നു, പെരുവെള്ളമായിരുന്നു. അപ്പോ ഇതൊക്കെ നേരെയാക്കി നന്നായി വന്നാല് അതില് ചാടി കുളിച്ചോളാന്നൊരു ഇത് പ്രാർത്ഥന ഉണ്ടായി. ഞാൻ ചെറുപ്പൊന്നുമല്ല, സാരി കൊടുത്തുന്നത്. പിന്നെ കിഴക്ക് ഭാഗത്തുള്ള പാറയുടെ മുകളിന്ന് സാരി ഉടുത്ത് ഞാൻ ചാടി
പക്ഷെ ഇവിടെ ഒരു പകുതി ആയപ്പോഴേക്കും ഞാൻ താഴാൻ തുടങ്ങി. പക്ഷെ ഇവിടെ ഇത് കലശം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്ന്. എന്റെ അനുഭവം വെച്ച് നോക്കുമ്പോ എന്റെ നമ്പത്തെ മാലതിയൊപ്പ പറയും, അവര് അങ്ങനെ അങ്ങോട്ട് നീന്തി വന്ന് തോർത്തിട്ട് തന്നിട്ട് എന്നെ വലിക്കുകയാണ് ചെയ്തത്. എനിക്കൊന്നും പറ്റിയില്ല. പക്ഷെ കുറച്ച് വെള്ളം കുടിച്ചു, അത്രേ ഉള്ളൂ. പക്ഷെ ഒന്നും പറ്റിയില്ല. എന്റെ ഒരു വലിയൊരു അനുഭവമാണിത്. എൻ്റെ പേര് കോമളം. ഞാൻ ഇവിടെ നാരായണീയ സമിതിയിലെ ഒരു മെമ്പറാണ്. ഞങ്ങൾ എല്ലാ 30 വ്യാഴാഴ്ചയും സമ്പൂർണ്ണ നാരായണീയം വഹിക്കുന്നുണ്ട് ഇവിടെ. അതിനൊക്കെ ഞങ്ങളെ പ്രാപ്തരാക്കിയത് ഞങ്ങളുടെ ഗുരു മോഹനേട്ടനാണ്. പിന്നെ ഞങ്ങളിപ്പോ ഭാഗവതം പഠിക്കുന്നുണ്ട്, അതിന്റെ ഗുരു ജ്യോതിയാണ്. പിന്നെ ഞങ്ങൾ എല്ലാം പ്രാർത്ഥിച്ചാൽ ഞങ്ങൾ പുന്നക്കോട്ടപ്പൻ നടത്തി തരും. ഏത് പ്രതിസന്ധിയിലും ഞങ്ങളെ രക്ഷിക്കും. അപ്പൊ ഞങ്ങളിപ്പോ കാശ്മീരിൽ പോയി, 52 ആള് കാശ്മീരിൽ പോയി. ഞങ്ങളിവിടെ അവിടെ പോരുമ്പോഴേക്കാണ് അവിടെ തുടങ്ങിയിരുന്നു കലഹം. പക്ഷെ ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ ഭീകരരുടെ ആക്രമണം ഉണ്ടായത്. അതിന്നൊക്കെ രക്ഷിച്ചത് ഞങ്ങളുടെ ഈ പുന്നക്കോട്ടപ്പൻ മാത്രമാണ്. കൃഷ്ണ, നമസ്കാരം. ഞാൻ ഇവിടെ മാതൃസമിതിയിലെ ഒരു അംഗമാണ്. എല്ലാ 30 വ്യാഴാഴ്ചയും നാരായണീയം വായിക്കാൻ വരാറുണ്ട്. അതിനെ നമ്മളെ പ്രാപ്തരാക്കിയത് ശ്രീ മോഹനേട്ടൻ ആണ് ഗുരുവായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചത്. അത് ഞങ്ങളെ വളരെ വളരെ ഭംഗിയായിട്ട് കഴിയുന്ന രീതിയിൽ ഇവിടെ അവതരിപ്പിക്കാറുണ്ട്. രാവിലെ വിഷ്ണു സഹസ്രനാമത്തോടു കൂടി തുടങ്ങിയിട്ട് സമ്പൂർണ്ണ നാരായണീയം ഉണ്ടാവും. പിന്നെ കുറച്ച് ഭജനയും ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഗീത ക്ലാസ് എടുക്കാൻ വരുകൊണ്ട് ഞങ്ങൾ കുറച്ച് സ്പീഡിലൊക്കെ വായിച്ചിട്ട് അങ്ങനെയാണ്. അല്ലെങ്കിൽ ഇടയിൽ ഭജനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാറുണ്ട്. അത് ഭഗവാൻ ഇഷ്ടമാണെന്നാണ് അറിഞ്ഞത്. പിന്നെ വൈകുന്നേരം നിറമാല ഉണ്ട്, അതിനോടനുബന്ധിച്ചിട്ട് ഭജനയുണ്ട്. അത്രയും കാര്യങ്ങളാണ്. എന്തായാലും നല്ലൊരു ക്ഷേത്രമാണ്. എല്ലാ ആവശ്യങ്ങളും നമ്മളുടെ നിറവേറ്റി തരാൻ ഒത്ത ഒരു ഭഗവാൻ കൂടിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. എന്റെ പേര് ജയശ്രീ. ഞങ്ങൾ ആക്ച്വലി 40 വർഷമായിട്ട് ഡൽഹിയിലായിരുന്നു. അവിടെ നമ്മൾക്ക് നല്ലൊരു അവസരം ഉണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പ് നാരായണീയം ഒക്കെ പഠിക്കാനായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അത് നമ്മൾ എല്ലാ സാറ്റർഡേയും നമ്മൾ നാരായണീയ പാരായണം, അതുപോലെ ഭഗവത്ഗീത, സഹസ്രനാമങ്ങൾ അതെല്ലാം ചെല്ലുമായിരുന്നു. പക്ഷെ അവിടുന്ന് പോരുമ്പോ എനിക്ക് മനസ്സിലൊരു ഭയങ്കര ഒരു വിഷമായിരുന്നു, ഇനി എങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. പക്ഷെ ഭഗവാൻ എനിക്ക് ഈ അവസരം തന്നതിന് ഞാൻ വളരെയധികം ഭഗവാനോട് നന്ദി പറയുന്നു. ഹരേ കൃഷ്ണ. നമ്മുടെ ആദ്യം ഞങ്ങളുടെ ഗുരുവാണ് മോഹൻജി. അവര് വളരെയധികം ആദ്യമായിട്ട് നമസ്കാരം പറയുന്നു. ഞങ്ങളുടെ ഭാഗവതം ക്ലാസ് നല്ല ഗംഭീരമായിട്ട് നടത്തുന്നുണ്ട്. 18ാമത്തെ അധ്യായം വരെ എത്തി ഇപ്പോൾ ഇന്ന്. അതുപോലെ തന്നെ ഞങ്ങളുടെ ജ്യോതി ചേച്ചി നാരായണീയം 2ാമത്തെ വട്ടം ആയി ഞങ്ങളെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്നത്തേക്ക് ദിവസേന വൈകിട്ട്, അതുപോലെ ഞാൻ വൈകിട്ടാണ് ചൊല്ലാറ്. ദിവസേന രാവിലെ 5:50 ആകുമ്പോഴേക്കും ജ്യോതി ചേച്ചി അതിൽ ഇട്ടിട്ടുണ്ടാവും. വളരെയധികം തിരക്കുള്ള ആളാണെങ്കിലും എല്ലാം മാറ്റിവെച്ച് ഞങ്ങളുടെ ദിവസേന അത് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമുക്ക് അതിനെ കുറിച്ചൊന്നും അറിഞ്ഞിരുന്നില്ല, എന്നാലും വളരെ ഭംഗിയായിട്ട് ഞങ്ങളുടെ മാതൃസമിതിയൊക്കെ കൊണ്ട് നടത്തുന്നുണ്ട്. നല്ല തിരക്കുള്ള ആളാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇതിൽ നല്ല ഇമ്പോർട്ടന്റ് കൊടുത്തുകൊണ്ട് ഞങ്ങളെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ലീഡറായിട്ട് തന്നെയാണ്, ഞങ്ങളുടെ ഗുരുസ്ഥാനിയാണ് അവർക്ക്. അതുപോലെ തന്നെ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡെയിലി വേജാണ് പല സ്കൂളുകളിലും കിട്ടിയിരുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രസിഡന്റാണ് ഉണ്ണിയേട്ടൻ, മാനേജറാണ് ഞങ്ങളുടെ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് അവിടെ 15 വർഷത്തോളമായി ഇപ്പോൾ ഇവിടെ ജോലി കിട്ടിയിട്ട് അത് ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കരുതുന്നുണ്ട്. സ്കൂൾ ഇവിടെ അടുത്തുമാണ്. ഞങ്ങൾ കഴിയുമ്പം വന്ന തൊഴിലുകാരുണ്ട് എല്ലാവരും. വളരെ നന്ദി. എൻ്റെ വീട് ഈ അമ്പലത്തിനോട് അടുത്ത് തന്നെയാണ്. ഞാൻ എല്ലാ 30 വ്യാഴങ്ങളിലും ഇവിടെ സമ്പൂർണ്ണ നാരായണീയത്തിലും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലുള്ള ഭജനയിലും എനിക്ക് വരാൻ പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും ഞാൻ വരാറുണ്ട്. ചിലപ്പോൾ ഭജനയ്ക്ക് തന്നെ ചിലപ്പോൾ ആരും ഉണ്ടാവാത്ത ഒരവസ്ഥ വരും. അപ്പോഴും എങ്ങനെയെങ്കിലും ആ സമയത്ത് ഓടിയെത്താനുള്ള വെപ്രാളത്തിൽ ഞാൻ എന്നും ആ ഭജന മുടക്കാറില്ല. കഴിവതും വരാൻപറ്റ പൂരത്തിന്റെ മുന്നോടിയായി വലിയാറായിട്ട് ദിവസം നമ്മുടെ അമ്പലത്തിന്റെ മുന്നിൽ നിന്ന് ഒരു കുതിര പോകലുണ്ട്. അത് കാഞ്ഞൂർ മന ദേവസ്വം കുതിരയാണ്. ഇവിടുന്ന് ഒരു 3 മണിക്ക് പുറപ്പെട്ട് 4 മണിക്ക് അവിടെ എത്തണം എന്നുള്ളതാണ് ചിട്ട. വലിയാറാട്ട് ദിവസം പിന്നെ അതിന് നമ്മളിവിടെ ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് ആ കമ്മിറ്റിയാണ് അത് നോക്കി നടത്തുന്നത്. മിസ്റ്റർ ബാലകൃഷ്ണൻ ഇവിടെ ഉണ്ട്. ഇതാ ഇങ്ങനെയാണ് ഇപ്പൊ നടത്തുന്ന ആളെ. ഇവിടുന്ന് അതിന് ഒരു ആശാരി 1-2 പേരുണ്ടാവും. അവർ വന്ന് അന്ന് രാവിലെ ഇതൊക്കെ വെട്ടി നേരെയാക്കി കുതിര ഉണ്ടാക്കിയിട്ട് അതിന് ഈ വൈക്കോൽ കൊണ്ട് പൊതിപ്പിച്ച് അതിൻ്റെ മേലെ തുണി പൊതിച്ച് അങ്ങനെ ഒരു കുതിര കെട്ടി ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോവുക. പിന്നെ
ഇവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അതിനെല്ലാം കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഒക്കെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. മിസ്റ്റർ ചന്ദ്രനാണ് അതിന്റെ അതിന്റെ പ്രസിഡന്റ്. എന്തായാലും അമ്പലം കിഴക്കമ്പൂരത്തിന്റെ ഭാഗമായിട്ടാണ് കുതിര പോകുന്നത്. കാഞ്ഞൂർ മന കിഴക്കമ്പൂരത്തിന്റെ ഭാഗമായിട്ട് പോണ പഴയമ്പല വലിയാറാട്ട് ദിവസം ആദ്യമായിട്ട് തിരുമുറ്റത്തേക്ക് ഇറങ്ങുന്നതാണ്. പിന്നെ അവിടെ ആചാരങ്ങളുണ്ട്. വിളക്ക് കല്ല് എപ്പോഴും ഉണ്ട്. വിളക്ക് കത്തിക്കണം. അത് കുതിര വെക്കൽ കഴിഞ്ഞാൽ വിളക്ക് തന്നെ കിടവിളക്ക് ഉണ്ടാവും. അത് വരുന്നവരേക്ക് ഉണ്ടാവും. അതാണ് അതിന്റെ പ്രത്യേക ചടങ്ങ്. എങ്ങനെയാണ് പോകുന്നത് കുളത്തും. പിന്നെ നമ്മുടെ അമ്പലത്തിന്റെ വകയായിട്ട് ഇവിടെ ഒരു കുളം 96 അതിനെ നന്നാക്കി ഇപ്പോൾ താമര വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ താമരക്കുളമാണ്. താമര ഇല്ലാത്ത അല്ലാതെ ആഗസ്റ്റ് മാസം നമുക്ക് പൂവ് ഉണ്ടാവുന്ന ദിവസമാണ്. ഇവിടുത്തെ ധാരാളം ആൾക്കാർ തോർന്ന് കിടക്കുകയായിരുന്നു. 2002 ഒരു ദിവസം 2 ദിവസം വന്നിട്ട് 2-3 ദിവസം ഒരു JCB കൊണ്ടുവന്ന് മണ്ണ് മുഴുവൻ കയറ്റി നമ്മുടെ അടുത്തുള്ള എഞ്ചിനീയറുടെ വീട്ടിലിരുന്ന് അതിന്റെ താമരയുടെ മുട്ട് കൊണ്ടുവന്ന് അതിലിട്ടു. അങ്ങനെ 6 മാസം കൊണ്ട് പോവായി. എനിക്ക് സത്യം പറഞ്ഞാൽ നാടാണ് എൻ്റെ, നമ്മുടെ വീടും ഇവിടെ അടുത്താണ്. ഈ അമ്പലത്തിനോട് ചെറുപ്പം തൊട്ടിട്ടുണ്ട്. എന്നെ പ്രസവിച്ചത് ഇവിടെ തൊട്ട് എൻ്റെ തറവാടാണ്. ബാക്കി എല്ലാ ജീവാത്മാവ് ബാക്കി എല്ലാം പറഞ്ഞാൽ ഈ പുന്നക്കുടപ്പനേ ഉള്ളൂ. പുന്നക്കുടപ്പനെ വിട്ടിട്ട് വേറെ ഒരു ഇതിനും ഇല്ല. ഇനി വിശ്വാസം ഇല്ല എന്നല്ല, ഉണ്ട്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നതും ഇതാണ്. അതിന് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു സന്ദർഭം പറഞ്ഞാൽ എൻ്റെ അനിയൻ്റെ വീട് പണിയായിരുന്നു. അപ്പോൾ മാക്സിമം ബോർവില്ലാണ് അടിക്കാൻ 410 അടി അടിക്കാൻ പറ്റും. 405 അടി കഴിഞ്ഞപ്പോഴും ഒരു തുള്ളി വെള്ളമോ ബാക്കി അതിൻ്റെ ഒന്നും കണ്ടില്ല. നേരെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകും. ഈ വെള്ളം കിട്ടിയില്ല പറഞ്ഞാൽ പിന്നെ ഇവിടെ പുന്നക്കുടപ്പനടുത്തേക്ക് വരുന്നില്ല പറഞ്ഞിട്ട്. പക്ഷെ തീർച്ചയായും ഇവിടുന്ന് പോയി ഒരടി അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും യഥേഷ്ടം വെള്ളം പറഞ്ഞാൽ വിശ്വസിക്കില്ല, സത്യം പറയാം. അത് എൻ്റെ ഒരു അനുഭവമാണ്. അത് പുന്നക്കുടപ്പൻ്റെ ഒരു കടാക്ഷം തന്നെയാണ്. അത് ഇവിടെ ആർക്കായാലും ഈ വന്ന് സത്യം പറയാൻ മനസ്സൊരുക്കുകയോ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത ഒന്നുമില്ല എന്നുള്ളത് ഒരു തെളിവായിട്ട് ഞാനത് കാണുന്നു. ഇത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മുമ്പോട്ട് പോകാനും എന്തിനും ഒരു പുന്നക്കുടപ്പൻ്റെ പ്രചോദനം എപ്പോഴും ഉണ്ട്. അതിൻ്റെ എല്ലാവർക്കും, നാട്ടിലെ എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് പ്രത്യേകം പറയുകയാണ്. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ. നമസ്കാരം. ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇവിടെ നിത്യപൂജ തന്നെ ഉണ്ടായിരുന്നില്ല ശരിക്കും. അപ്പോൾ ഞാൻ ഈ ഇവിടെ കണ്ടുള്ള ഇപ്പോഴത്തെ ഈ അഭിവൃദ്ധിയോ എല്ലാം ഉണ്ടായിട്ടുള്ളത് ഭഗവാന്റെ കടാക്ഷവും നാട്ടുകാരുടെ നിർലോഭമായിട്ടുള്ള ഒരു പ്രവർത്തനവും കൂട്ടായ്മയും എല്ലാം കൊണ്ടും ഇങ്ങനൊരു അന്തരീക്ഷത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റി എല്ലാവർക്കും. ഇനിയും ഇതേമാതിരിയുള്ള നമ്മളുടെ എല്ലാവരുടെയും പ്രയത്നങ്ങളും പുതിയ പുതിയ ഒരു ഭക്തി സാന്ദ്രത വളർത്താൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പ്രയത്നിക്കേണ്ടതാണ്. അതിൽ എനിക്ക് തോന്നിയത് ഇവിടുത്തെ ഒരു യശസ്സും അല്ലെങ്കിൽ ഒരു എന്താ പറയുക അഭിവൃദ്ധിയും എല്ലാം ഉണ്ടാകുന്നത് ഒരു ചെറിയൊരു ഇത് തോന്നുന്നത്, എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയീ ഭൂത്വ ധ്രുവ നീതിർമതിർമമ. ഗീതയിലൊരു ശ്ലോകമാണ്. എവിടെയൊക്കെയെല്ലാം ഈശ്വരനും യോഗേശ്വരനായിരുന്ന കൃഷ്ണനും ഉണ്ടോ, അതേമാതിരി ഒരു കർമ്മകൗശലത ഉള്ള അർജുനന്റെ സാന്നിധ്യം, അതായത് നമ്മളെല്ലാവരും അതേപോലെ പ്രയത്നിക്കാൻ തയ്യാറുണ്ടോ, അവിടെ വിജയം ഉണ്ടാവും, ശ്രീ ഉണ്ടാവും, ബുദ്ധി ഉണ്ടാവും, പ്രശസ്തി ഉണ്ടാവും, എല്ലാം ഉണ്ടാവുമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെയാണ് ഇനി ഉള്ള കാലങ്ങളും വേണ്ടത് എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഉണ്ടാവട്ടെ എന്ന്. ഹരേ കൃഷ്ണ. നമസ്കാരം. ഇപ്പൊ വലിയ പ്രാധാന്യമുള്ള കാര്യമൊന്നല്ല, ഒരു ചെറിയ കാര്യം തന്നെ. നമ്മുടെ പേരക്കുട്ടി സ്കൂളിലേക്ക് LKG പോകുമ്പോ അവിടെ ഇരിക്കില്ല ആ കുട്ടി, ദിവസവും കരച്ചിലാ, പോണ്ട പോണ്ട, അമ്മയെ കാണണം പറഞ്ഞിട്ട്. അവന്റെ അമ്മയ്ക്ക് വളരെ വിഷമായി. ഇനിയിപ്പോ എന്താ ഈ കുട്ടിയെ ചെയ്യാ, അമ്മയെ കുട്ടി പിന്നെ സ്കൂളിൽ പോവാതിരിക്കുമെന്ന് അവള് വളരെ വറീഡായി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിലൊന്നുമില്ല, നീ പുന്നക്കുടപ്പനെ നല്ലോണം അങ്ങോട്ട് വിളിച്ചോളൂ പറഞ്ഞു. ആ കുട്ടി അതേപോലെ വിളിച്ചു. എന്തോ അവളൊക്കെ യഥാവിധം എന്തോ പ്രാർത്ഥനയും ചെയ്തു. പറഞ്ഞാൽ വിശ്വസിക്കില്ല, പിറ്റേ ദിവസം മുതൽ ആ കുട്ടിക്ക് കരച്ചിലില്ല, വിളിയില്ല, ബഹളമില്ല, ഒന്നുമില്ല. ഇന്ന് വരെ അവന് സ്കൂളിൽ പോകാൻ വളരെ ഉത്സാഹ. അതൊരു വലിയ കാര്യം തന്നെ, എൻ്റെ വലിയൊരു അനുഭവമാണത്.
ഇങ്ങനെ ഒരുപാടുണ്ട്. അതിൽ ഒരു കാര്യം ഇത്, ഒരനുഭവം.